നേരെ പോവുകയാണ് തൃശ്ശൂരിലേക്ക്. അവിടെ രണ്ടുപേരെ നമ്മൾ ആ ക്രിസ്മസ് അപ്പൂപ്പന്മാരുടെ കുഞ്ഞപ്പൂപ്പന്മാരുടെ ഒക്കെ കൂടെ നിർത്തിയിരിക്കുകയാണ്, ജെയ്സൺ ചാമളപ്പിലിനെയും ജെൻസി ജേക്കബിനെയും. അപ്പോൾ ബോൺ നത്താലയുടെ വിശേഷങ്ങളിലേക്ക് തിരിച്ചു വീണ്ടും ജെയ്സൺ ചാമളപ്പിൽ അറിയാമോ നോക്കട്ടെ. എന്താ ഈ ബോൺ നത്താല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇത് പിന്നെ തൃശ്ശൂരിലെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്മസ് ആഘോഷത്തിന് ബോൺ നത്താലെ എന്ന് പറയുന്നതൊരു പിന്നെ ഇറ്റാലിയൻ വാക്കാണ്. അതിൽ നിന്നാണ് പിന്നെ ഇത്തരമൊരു ആശയം തൃശ്ശൂർ അതിരൂപതയുടെ ഇന്നത്തെ ആർച്ച് ബിഷപ്പായ മാർ ആൻഡ്രൂസ് താഴത്ത് കണ്ടെത്തുന്നു. പിന്നെ പൊതുജനങ്ങളുടെ പൗരാവലിയുടെ എല്ലാം പിന്തുണയോടുകൂടി ആദ്യത്തെ ബോൺ നത്താലെ ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ആയിരക്കണക്കിന് പാപ്പാന്മാർ അണിനിരുന്ന ബോൺ നത്താലെ വലിയ ആവേശത്തോടുകൂടിയാണ് തൃശ്ശൂർ നഗരം ഏറ്റെടുത്തത്. പിന്നീട് എല്ലാ വർഷവും അത് അതിലേറിയും കുറഞ്ഞും ഇപ്പോൾ നിലവിൽ 15,000 പേരല്ലേ പങ്കെടുക്കുന്നത്. ഇവിടെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ആംബിയൻസ് എന്തായിരുന്നു? ഈ കേന്ദ്രമന്ത്രി കിരൺ റിജിജു വരുമെന്നാണ് കേട്ടിരുന്നത് ഉദ്ഘാടകനായിട്ട്. അവിടെ ആ സെന്റ് തോമസ് കോളേജിലെ പാലോക്കാരൻ സ്ക്വയറിൽ അവിടെയാണോ നമ്മളിപ്പോൾ നിൽക്കുന്നത്? നമ്മൾ നിൽക്കുന്നത് സേക്രഡ് ഹാർട്ട് കോൺവെന്റ് സ്കൂളിലാണ്. കിരൺ റിജിജു വരുന്നില്ല, കേന്ദ്ര മന്ത്രിമാർ രണ്ടുപേരും ഇല്ല. ഇന്ന് തൃശ്ശൂരിൽ MP കൂടിയായ സുരേഷ് ഗോപിയും ഇല്ല, അതുപോലെ തന്നെ കിരൺ റിജിജു ഇല്ല. കാരണം മുൻ പ്രധാനമന്ത്രിയുടെ മരണത്തെ തുടർന്ന് അത്തരം പരിപാടികളിൽ നിന്നൊക്കെ ഇപ്പോൾ തൽക്കാലം അവർ മാറി നിൽക്കുകയാണ് ദുഃഖാചരണത്തിന്റെ ഭാഗമായിട്ട്. പക്ഷേ സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജനും അതുപോലെ തന്നെ മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെയുള്ളവരൊക്കെ പങ്കെടുക്കും. വലിയ രീതിയിലുള്ള ആഘോഷം, നിശ്ചല ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ പിന്നെ ഈ ഗാനങ്ങൾ, മേളം, അങ്ങനെയൊക്കെ തുടങ്ങി വളരെ സജീവമായ ഒരു ജെൻസിയിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. ജെയ്സൺ, ജെൻസി അതിരൂപതയിലെ 107 ഇടവകയിൽ നിന്നാണ് ഈ 15,000 പേർ. 15,000 ഉണ്ടോ? എണ്ണി നോക്കിയോ ജെൻസി? എണ്ണി നോക്കിയില്ല, ഒരുപക്ഷെ അതിലും കൂടുതൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എവിടെ നോക്കിയാലും ക്രിസ്മസ് ഒപ്പിയിട്ട് ക്രിസ്മസ് അപ്പൂപ്പന്മാരാണ്. കുട്ടി അപ്പൂപ്പന്മാരും വലിയ അപ്പൂപ്പന്മാരും എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല ഫുൾ വൈബ്, ഫുൾ ഓണാണ് ഇവിടെ. മാലാഖമാരുണ്ടോ? ക്രിസ്മസ് പാപ്പ മാത്രമേ ഉള്ളൂ, ജെൻസിയെ കാണുന്നില്ലല്ലോ. ഇതിനിടയിൽ ജെൻസി നിന്നിട്ട് കാണുന്നില്ല. ഞാനിവിടെ ഉണ്ട്, മാലാഖമാരുണ്ട്, ഉണ്ണീശോ ഉണ്ട്, മാതാവുണ്ട്, ഔസേപ്പിതാവുണ്ട്. എല്ലാം ടാബ്ലോകളായി ഉടൻ തന്നെ നമ്മുടെ സ്വരാജ് റൗണ്ടിലേക്ക് എത്തും. ഇപ്പം ഇവിടെ എല്ലാവരും ക്രിസ്മസ് അപ്പൂപ്പന്മാരെല്ലാവരും ഡാൻസ് കളിക്കാനുള്ള തയ്യാറെടുപ്പില്ല. ഡാൻസ് ഒക്കെ കളിക്കാൻ തയ്യാറാണോ? ഡാൻസ് ഒക്കെ പഠിച്ചോ? ഈ ബോൺ നത്താലയുടെ അർത്ഥം എന്താണെന്നറിയോ? ഡാൻസ് കളിക്കാവുന്ന ആർക്കും ബോൺ നത്താലയുടെ അർത്ഥം അറിയില്ല. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ബോൺ നത്താലെ. എല്ലാവരും അടിച്ചു പൊളിക്കുക. സുജയ, ഇവിടെ എല്ലാവരും ഫുൾ ഓണാണ്. എല്ലാവരും ഇവിടെ തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഉടൻ തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് കയറുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ടാബ്ലോകളായും ഒപ്പം ഡാൻസ് ആയും ഒപ്പം ഫ്ലാഷ് മോബ് ഒക്കെ ആയിട്ട് നമുക്ക് ഇവരുടെ ഡാൻസ് എല്ലാം കാണാൻ സാധിക്കും. തീർച്ചയായും വലിയ ഒരു ആഘോഷമാണ്. 15,000 ക്രിസ്മസ് അപ്പൂപ്പന്മാർ, അതിൽ പല പ്രായത്തിലുള്ളവരുണ്ട്. ബോൺ നത്താലയുടെ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കൃത്യമായി കാണാം. 21 നിശ്ചല ദൃശ്യങ്ങൾ വരുന്നു, അതുപോലെ തന്നെ അലങ്കരിച്ച കമാനങ്ങൾ വരുന്നു. അങ്ങനെ പല പല സജ്ജീകരണങ്ങൾ ഇതിലേക്ക് വരാൻ പോവുകയാണ്. നമുക്കറിയാം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ, ആ ഉരുൾപൊട്ടലിന്റെ ദൃശ്യാവിഷ്കാരം വരെ ഇതിലേക്ക് വരാൻ പോകുന്നു. ബോൺ നത്താലയുടെ ഭാഗമാകുന്നു. തൃശ്ശൂരിലാകെ ആവേശമാണ്. അതുപോലെ ഏതൻ തോട്ടത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇവിടെ LED കൊണ്ട് അലങ്കരിച്ച ഏതൻ തോട്ടമാണ് വരാൻ പോകുന്നത്. ജെൻസി, ഏതൻ തോട്ടവും വരുന്നുണ്ട്. 107 ഇടവകളുടെയും പേര് വിളിച്ചിപ്പോൾ അതൊക്കെ ഉറപ്പിക്കുകയാണ്. ജെയ്സൺ ചാമളപ്പിൽ നമുക്കൊപ്പം ഉണ്ട്. ജെയ്സൺ ചാമളപ്പിൽ, ക്രിസ്മസ് ട്രെയിൻ, വിമാനം, കൂറ്റൻ ശലഭങ്ങൾ, നമ്മുടെ അജി പുഷ്കറിനൊരു വെല്ലുവിളിയായിട്ടാണ് ബോൺ നത്താലയിൽ കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത്. അടുത്ത തവണ ഇതൊക്കെ ഇവിടെയും കൊണ്ടുവരണമല്ലോ എന്നോർത്ത് അജി പുഷ്കർ ഇവിടെ ഇരിപ്പുണ്ട്. കേട്ടോ ജെയ്സൺ? സുജയ, അതെ, നേരത്തെ ജെൻസിയോട് ചോദിക്കുന്നതായിരുന്നു ഏതൻ തോട്ടത്തിൽ നിന്നും പഴം, ആപ്പിള് പറിക്കരുതെന്നാണ് ഞാൻ ജെൻസിയോട് പറയാൻ തന്നത്. കാരണം ഏതൻ തോട്ടത്തിൽ നിന്ന് ആപ്പിൾ പറിച്ചതിന്റെ ക്ഷീണമാണ് ഇപ്പൊ ഈ ലോകം മുഴുവൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആപ്പിള് പറിക്കരുത് എന്ന് പ്രത്യേകം പറയാണ്. അതൊരു പിന്നെ അത്തരത്തിൽ അതിസുന്ദരമായ രീതിയിലുള്ള ഒരുക്കങ്ങൾ ഇത്തവണ നടത്തിയിട്ടുണ്ട്. കാരണം എല്ലാ വർഷങ്ങളിലും ഗംഭീരമായി നടത്തുന്നതാണ്, പക്ഷേ ഇത്തവണ അതിനേക്കാൾ ഗംഭീരമായിട്ടാണ് നടത്തുന്നത്.
നടക്കുന്നു. ഓരോ വർഷവും അതിനെ മാറ്റുകൂട്ടുക. പ്രത്യേകിച്ച് തൃശ്ശൂരെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എന്തിനും ഏതിനും ആഘോഷം കാണുന്നതാണ് തൃശ്ശൂർക്കാർ. അത് പൂരമായാലും പുലിക്കളിയായാലും ബോൺനത്താലയായാലും ഇനി എന്തായാലും ഒരു ആഘോഷമാക്കി മാറ്റുക, ജീവിതം ആഘോഷമാക്കി മാറ്റുന്നതിൻ്റെ വലിയ ഒരു മാതൃകയാണ് സത്യത്തിൽ തൃശ്ശൂർക്കാർ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇവന്റ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. തൃശ്ശൂർ പുലിക്കളി പൂരമുണ്ട്, എന്നാൽ ഇടയ്ക്ക് ഒരു ചെറിയൊരു മാസത്തിൻ്റെ ഒരു ഇടവേളയുണ്ട്. എന്നാൽ അത് ബോൺനത്താലി ഇരിക്കട്ടെ, അതും നാട്ടുകാർക്കും എല്ലാവർക്കും ആഘോഷിക്കാൻ ഒരു അവസരം ഇരിക്കട്ടെ എന്ന് കരുതി. അതും ഏറ്റവും നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു നമ്മുടെ ഐഡിയിൽ അതേ കളറാണ്, നമ്മുടെ റിപ്പോർട്ടറിൻ്റെ ഐഡിയിൽ അതേ കളറാണ്, വെള്ളയും ചുവപ്പുമാണ് എല്ലായിടത്തും. നമ്മുടെ ഐഡിയും അതുപോലെ തന്നെ നമ്മുടെ ഈ പാപ്പാമാരുടെ വസ്ത്രമൊക്കെ ഒക്കെ ഒരുപോലെയല്ല, എല്ലാം ഇടകലർന്ന് നിൽക്കുന്ന ഏറ്റവും സുന്ദരമായ കാഴ്ചകളാണ്. ഇപ്പം ഇവിടെ നിന്ന് ഇപ്പം ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഓരോ ഘട്ടങ്ങളായിട്ട് ഇവിടെ നിന്ന് പാപ്പാമാർ പുറത്തേക്ക് കടക്കും. അത് കഴിഞ്ഞിട്ട് സെൻറ് തോമസ് കോളേജിന് മുന്നിലേക്ക് എത്തും. അവിടെയാണ് ഫ്ലാഗ് ഓഫ് നടക്കുക. അവിടെ നിന്ന് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് കടന്ന് നൃത്തം, മേളം, പാട്ട്, അതുപോലെ തന്നെ ആഘോഷങ്ങൾ ഇതെല്ലാം കൊണ്ട് സമ്പന്നമാക്കി തൃശ്ശൂർ സ്വരാജ് റൗണ്ട്. നമുക്കപ്പോ തുടങ്ങാറായോ ജയ്സൺ? തുടങ്ങുമ്പോഴേക്ക് അതിലേക്ക് തിരിച്ചു വരാമെന്ന് തോന്നുന്നു. തുടങ്ങാറായില്ലല്ലേ? 5 മണിയാവും പിന്നെ ഫ്ലാഗ് ഓഫ് ആവാൻ. അതിനുശേഷമാണ് ഫ്ലാഗ് ഓഫ് സെൻറ് തോമസ് കോളേജിന് മുന്നിൽ നിന്ന്. അതിനുശേഷം അവിടെ നിന്ന് ഏകദേശം ഒരു 100-150 മീറ്റർ കഴിഞ്ഞ സ്വരാജ് റൗണ്ടായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ഏകദേശം ഒരു 5 മണിയാവും ചെയ്യാം. പൂർണ്ണമായ രൂപത്തിലെല്ലാം പിന്നെ മേളവും അതുപോലെ തന്നെ നിശ്ചല ദൃശ്യങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വരാനായിട്ട് ഏകദേശം 5 മണിയാവും.